ഹലോ, ഇന്ന് ഞാനും അമ്മയും കൂടെ നമ്മുടെ കട്ടപ്പനയിൽ നിന്ന് കൊച്ചിയിലോട്ട് വന്നായിരുന്നേ. കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് വന്നത്. എല്ലാം കഴിഞ്ഞ് ഉച്ചയായപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറിയേ. മരടുള്ള റെമീസ് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഞങ്ങൾ കയറിയത്. ഞാനും എൻ്റെ ചങ്ക് ഫ്രണ്ട് റീംഖാനും പിന്നെ എൻ്റെ അമ്മയും കൂടെ ഉണ്ടായിരുന്നേ. അമ്മയ്ക്ക് ചട്ടിച്ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ എപ്പോഴൊക്കെ കൊച്ചിയിൽ വന്നാലും അപ്പോൾ നമ്മൾ ചട്ടിച്ചോറാണ് കേട്ടോ ഓർഡർ ചെയ്യാറുള്ളത്. ഒരുപാട് കടകളിൽ ഇതുപോലെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് MG റോഡുള്ള സ്ട്രീറ്റ് മെനുവിലാണ്. പക്ഷേ റെമീസിലത്തെയും കൊള്ളാം, പക്ഷെ നമ്മുടെ സ്ട്രീറ്റ് മെനുവിൻ്റെ അത്രയില്ല കേട്ടോ. കാരണം സ്ട്രീറ്റ് മെനുവിൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടാവും കേട്ടോ നമ്മുടെ ചട്ടിച്ചോറിൽ. അതുപോലെ തന്നെ ഒരുപാട് പല ടൈപ്പ് കറികൾ ഉണ്ടാവും. പിന്നെ റേറ്റും ഇത്രയില്ല, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. പിന്നീട് ഫുഡൊക്കെ കഴിച്ച ശേഷം റീമിനെ നേരെ ഓഫീസിലോട്ട് പറഞ്ഞിട്ടു. അമ്മേനെ പിന്നെ കട്ടപ്പനക്കുള്ള ബസ്സും കയറ്റി വിട്ടു. ഞാൻ നേരെ ഷോപ്പിങ്ങിന് ഇറങ്ങി. അങ്ങനെ കുറച്ച് ഡ്രസ്സ് എടുത്തായിരുന്നേ. ഇനി ഇതൊക്കെ ഒന്ന് ട്രയൽ ചെയ്യാനാണ് കേട്ടോ അതിന് പോകുന്നത്. ഇതാണ് എൻ്റെ ആദ്യത്തെ ഡ്രസ്സ് കേട്ടോ. ഇതിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാണാനൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. പക്ഷെ ഒരു ഫോർമൽ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ മാത്രമേ ഇത് വെയർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഡ്രസ്സായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. കാരണം വെച്ചാൽ ഭയങ്കര ഒരു സിൽക്കി മെറ്റീരിയലാണ്. പിന്നീട് ഞാൻ ട്രയൽ ചെയ്തതാ ഈ ഒരു ഡ്രസ്സാണ്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ കളറും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കങ്ങനെ വണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് ഇതുപോലെ ഡ്രസ്സൊക്കെ ഇടുന്നതുകൊണ്ട് എനിക്ക് ഒരു മടിയില്ല കേട്ടോ. പക്ഷേ അതിൻ്റെ റേറ്റ് കാരണം ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി ഞാൻ പിന്നെ ട്രെൻഡ്സിലാണ് പോയത്. പിന്നീട് ഈ ഒരു ടോപ്പാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തത്. കാരണം വെച്ചാൽ എനിക്ക് കംഫർട്ടബിൾ ആവണം, പക്ഷേ എനിക്ക് കാഷ്വൽ ആയിരിക്കണേ. ഈ ഒരു ടോപ്പിൻ്റെ ലാർജ് XL XXL എല്ലാം കൂടെ ട്രയൽ ചെയ്തിട്ട് ഫൈനലി എനിക്ക് ഈ ഒരു ടോപ്പാണ് കേട്ടോ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്. പിന്നെ മാത്രമല്ല എൻ്റെ നെക്ക് ഡിസൈനും ഹാൻഡ് ഡിസൈനൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നേ. പിന്നെ എനിക്ക് അധികം ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ വെർട്ടിക്കൽ സ്ട്രൈപ്സ് വരുന്ന ടോപ്സ് ഒക്കെ ഇട്ടാൽ എനിക്ക് കുറച്ച് ഹൈറ്റ് തോന്നിക്കും. സോ ഞാൻ ഫൈനലി ഇത് ചൂസ് ചെയ്തു. പാൻറ് വാങ്ങിയില്ല, ടോപ്പ് മാത്രമേ വാങ്ങിച്ചുള്ളൂ. പിന്നെ നേരെ ലുലുലോട്ട് പോയി. എപ്പോൾ കൊച്ചിയിൽ വന്നാലും ലുലു മാളിൽ പോകുന്നത് മസ്റ്റാണ് കേട്ടോ എനിക്ക്. സോ ലുലുലോട്ടാണ് പോയത്. അവിടെ ഇതുപോലത്തെ പെറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നേ. അപ്പർ ബേസ്മെന്റിലാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് ഉള്ളത്. ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. അതിലൊരെണ്ണമാണ് ESM പെറ്റ് കെയർ കേട്ടോ. ഞാൻ എപ്പോൾ ലുലുലു വന്നാലും ഈ ഒരു ഷോപ്പിൽ ഞാൻ വരുന്നത് മസ്റ്റാണ്. കാരണം വെച്ചാൽ എനിക്ക് പൊതുവെ പെറ്റ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ മൃഗങ്ങളെയും പക്ഷികളെയും എനിക്ക് ഭയങ്കര ജീവനാണ്. സോ ഞാൻ ഇവിടെ എന്തായാലും വരാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം വന്നപ്പോൾ ഒരുപാട് കിളികൾ കൂടുതലാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ തന്നെ ഹാംസ്റ്റേഴ്സ് ഒത്തിരി ഉണ്ടായിരുന്നേ. സാധാരണ ഞാൻ വരുമ്പോൾ കുറച്ചുണ്ടാവാറുള്ളൂ, പക്ഷെ ഇപ്രാവശ്യം അതൊക്കെ പ്രസവിച്ചിട്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ ഈ ഒരു ഷുഗർ ഗ്ലൈഡർ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതിന്. പക്ഷെ 7000 രൂപയാണ് കേട്ടോ ഇതിന്. ഞാൻ ആദ്യം വന്നപ്പോൾ നല്ല ഉറക്കമായിരുന്നേ. പിന്നീട് അത് എണീറ്റായിരുന്നേ. നല്ല രസമാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടാണ് ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിന്. പക്ഷേ ഇത്രയും റേറ്റ് ഉള്ളത് കൊണ്ടും പിന്നെ എൻ്റെ വീട്ടിൽ ഒരുപാട് പൂച്ചകളുള്ളതുകൊണ്ടും എനിക്ക് വാങ്ങാൻ പറ്റിയില്ല കേട്ടോ. ഇവിടെ ഫൈറ്റേഴ്സ് ഉണ്ട്, പക്ഷെ എനിക്ക് കൂടുതലും നല്ല കളക്ഷൻസ് തോന്നിയത് ഹൈപ്പർ മാർക്കറ്റിലാണ്. പക്ഷെ ഇവിടെയും ഫൈറ്റേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കൂടുതലും ഞാൻ കണ്ടത് അക്വേറിയം ബേസ്ഡ് ഐറ്റംസ് ആയിരുന്നേ. പിന്നെ ഒരുപാട് വെറൈറ്റി പെറ്റ്സുകളുണ്ട്. പിന്നെ വെറൈറ്റീസ് ഓഫ് തത്തകളുണ്ട് കേട്ടോ. ഒരുപാട് പല പല കളറിലുള്ളതും പിന്നെ എന്താ കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ കുഞ്ഞു കുഞ്ഞു കിളികളൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ആ ഒരു പെറ്റ് ഷോപ്പ് എല്ലാം മൊത്തത്തിൽ കണ്ടിട്ട് പിന്നെ ഞാൻ നേരെ പോയത് ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. അങ്ങനെ ഈ കാണുന്ന ഐറ്റംസ് ഒക്കെ ഞാൻ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ്. പിന്നെ ഞാനൊരു റെക്കോർഡ് വാങ്ങിച്ചായിരുന്നു കേട്ടോ. ആക്ച്വലി ഒരു ചെറിയൊരു ഡയറിയാണ്. ഞാനിങ്ങനെ ഫിനാൻസ് റെക്കോർഡൊക്കെ എഴുതാറുണ്ട്. എല്ലാ മാസം എത്ര രൂപ ചിലവായി, നമുക്ക് ലാഭം വന്നു, അങ്ങനെയെല്ലാം എഴുതാറുണ്ട്. സോ എൻ്റെ ആ ഒരു ബുക്ക് കഴിഞ്ഞു പോയതുകൊണ്ട് ഞാൻ പുതിയൊരു ബുക്ക് വാങ്ങിച്ചായിരുന്നേ. ഫുഡ് കോർട്ട് വന്നതിൻ്റെ സ്ഥിരം സ്പോട്ട് ഇതാണ് കേട്ടോ. ഈ ഒരു ടേബിൾ ഫില്ലാണെങ്കിലും തൊട്ടടുത്തുള്ള ഏതെങ്കിലും ടേബിളിൽ കയറിക്കോട്ടോ. കാരണം ഈ ഒരു സെക്ഷൻ വിട്ട് ഞാൻ എങ്ങും പോകാറില്ല. ഇവിടെ നിന്നിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാറുള്ളതും എൻ്റെ ഡെയിലി നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതും ഈവൻ നമ്മുടെ ടു ഡു ലിസ്റ്റ് പോലും ഇവിടെ ഇരുന്നാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാറുള്ളത്. അങ്ങനെ അവിടെ ഇരുന്ന് എൻ്റെ ഫൈനാൻസ് റെക്കോർഡൊക്കെ ഞാൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടച്ചിട്ടൊരു റൂമിലിരിക്കുന്നതിലും എനിക്കിതുപോലെ ക്രൗഡെല്ലാം കണ്ട് എൻ്റെ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഫുൾ ടൈം ഞാൻ ഇവിടെയാണ് വരാറുള്ളത്. ഞാൻ ഉച്ചയ്ക്ക് വന്നാലും ഇവിടുന്ന് പോകുമ്പോൾ ഒരു 10-10:30 ആവേ. എപ്പോൾ ലുലുലു വന്നാലും ഞാൻ അപ്പോൾ ഈ ഒരു എടപ്പള്ളി പള്ളിയിൽ പോവേ. അവിടെ പോയി മെഴുകുതിരൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കും കേട്ടോ. അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സമാധാനമാണ്. പിന്നെ അതുപോലെ തന്നെ പറ്റുന്ന ടൈമിലൊക്കെ ഞാൻ പള്ളി കയറാറുള്ളൂ, അല്ലെങ്കിൽ ഞാൻ മെഴുകുതിരി കത്തിച്ച് നേരെ പോകാറുണ്ട് കേട്ടോ. പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നൊരു സമാധാനമുണ്ട്. ആ ഒരു സമാധാനത്തിൽ അങ്ങ് നടത്താണ് കേട്ടോ. എടപ്പള്ളിയിൽ നിന്ന് വെണ്ണല വരെ ഞാൻ നടക്കാറുണ്ട്. എൻ്റെ റൂം വരെ നടക്കാറുണ്ട്. സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണിത്. വെണ്ണലിലുള്ള അൻസൽ റിവർഡേയിലാണ് കേട്ടോ ഞാൻ താമസിക്കുന്നത്. അങ്ങനെ എൻ്റെ റൂം എത്തി. ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ റൂം. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് റീമിൻ്റെ ഡ്രസ്സാണ്. റീമിന് ഓഫീസിൽ നിന്നൊക്കെ വരാനുണ്ട് കേട്ടോ. അപ്പോൾ അവൾ വരുമ്പോഴേക്കും ഞാൻ എൻ്റെ കുറച്ച് സ്കിൻ കെയർ റൊട്ടീനൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ശരി, ടേക്ക് കെയർ, ബൈ.